അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ അദ്ദേഹം എന്നോട് ചെയ്തതുപോലെ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചെയ്യാതിന്റെ കാരണം എന്തുകൊണ്ട് പറഞ്ഞോ? ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹവും ഞാനുമായിട്ട് എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളെ ഒരിക്കലും ഒരാളെയും ചെറുതായി കാണരുത്. ചെറുതായി കണ്ട് പബ്ലിക്കിൽ നമ്മൾ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെറുതായി കണ്ടവന്റെ മുന്നിലേക്ക് നമ്മൾ എത്തിപ്പെടും. എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് നമ്മൾ എത്തിപ്പെടും. എന്താണെന്നല്ലേ, എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത്. എല്ലാവർക്കും SPR കുവൈത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ NM കുഞ്ഞി, കുവൈത്തിൽ നിന്നും. 2020 കാലഘട്ടം, ഞാനൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയമാണ്. യൂട്യൂബിലായെങ്കിലും ഫേസ്ബുക്കിലായെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലായെങ്കിലും ടിക്ടോക്കിലായെങ്കിലും നമുക്ക് ഫോളോവറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഒന്നും ഇല്ലട്ടാ, എവിടെയും ഇപ്പോഴും എത്തിയിട്ടില്ല. അത് വേറെ വിഷയം. അപ്പോൾ കുവൈത്തിലെ ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനത്തിന് ഇനാഗ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അന്നൊക്കെ എങ്ങനെയാ വെച്ചാൽ നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞെങ്കിൽ നമുക്കൊരു വീഡിയോ എടുക്കുക, അത് യൂട്യൂബിൽ അവിടെയൊക്കെ പോസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡാണ്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞെങ്കിൽ ഒരു വീഡിയോ എടുക്കേണ്ട ചാൻസ് ഒക്കെ ഉണ്ട്, നമ്മളൊരു വീഡിയോ എടുക്കും. അപ്പോൾ അങ്ങനെ അവിടെ ഇനാഗ്രേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫോണിൽ ഇതൊക്കെ പിടിച്ചു കൊണ്ടുപോയി അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഓണർ വന്നിട്ട് എന്താ ഇത് വീഡിയോ എടുക്കുന്നത്? ഞങ്ങൾ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണെന്ന്. അവരുടെ കോണത്തിലെ യൂട്യൂബ് ഒന്ന് മാറിയേ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ അവിടുന്ന് മാറ്റി ഇൻസൾട്ട് ചെയ്തു ആൾക്കാരുടെ മുന്നിൽ വെച്ച്. മനസ്സിൽ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ആ വിഷമമൊന്നും കാണിക്കാതെ നമ്മൾ അവിടുന്ന് ചിരിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങി വന്നു. ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു, 5 വർഷമായി. 2 ദിവസം മുമ്പ് അതേ വ്യക്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞല്ലേ എന്ന് വെച്ചാൽ അതേന്ന് പറഞ്ഞു. നമ്മളെ ഷോപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ചെയ്യാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും നമ്മൾ ആരെങ്കിലും ഒരാളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അപമാനിച്ച ആൾക്കാർക്ക് അത് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ അപമാനം ഏറ്റുവാങ്ങിയ ആൾക്ക് അവരുടെ മനസ്സിൽ എപ്പോഴും അതുണ്ടാകും. അപ്പോൾ ഇയാൾ വിളിച്ചു എന്നോട് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്തു തരാമെന്ന് പറഞ്ഞു. വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഷോപ്പ് എടുത്തിട്ട് എത്ര വർഷമായി എന്ന് വെച്ച്. ഞങ്ങൾ 2020 ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ ഓപ്പൺ ചെയ്യുന്ന CCTV ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച്. ഇല്ല, ഞങ്ങൾ അന്ന് CCTV ക്യാമറ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഉദ്ഘാടനത്തിന് CC ക്യാമറ ഒന്ന് എടുത്ത് നോക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതില്ല എന്ന് പറഞ്ഞു. വീഡിയോ കാണുന്ന ചില ആൾക്കാരായിരിക്കും ഇത് നിങ്ങൾക്ക് അയാളോട് തന്നെ നേരിട്ട് പറഞ്ഞാൽ പോരെന്ന്. പക്ഷെ അങ്ങനെയല്ല, നേരിട്ട് പറഞ്ഞെങ്കിൽ അയാൾക്ക് മാത്രമേ അറിയൂ. ഇങ്ങനെ ചെയ്യുന്ന മറ്റും പല ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു പാഠമാകട്ടെ ഇത്. ഞാനിപ്പോൾ വലിയ ആളായിപ്പോയിനോ അല്ലെങ്കിൽ എവിടെയോ എത്തി ഒന്നുമല്ല. ഞാനും ഇപ്പോഴും 0 തന്നെയാണ്. നമ്മളൊന്നും എവിടെയും എത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ എത്ര ചെറിയ ആളായെങ്കിലും ഇനി എത്ര വലിയ ആളായെങ്കിലും എങ്ങനത്തെ ആളായെങ്കിലും ഒരിക്കലും പബ്ലിക്കിൽ ഇൻസൾട്ട് ചെയ്യരുത്. ഒരാളെയും നമ്മൾ ചെറുതായി കാണരുത്. ചെറുതായി കണ്ടാൽ അവസാനം നമ്മൾ അവരുടെ മുന്നിലേക്ക് തന്നെ എത്തും. അതുപോലെ തന്നെ കുവൈറ്റിൽ ഇതിന് മുമ്പ് ഞാനൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്തൊക്കെ ഇവിടെ ഒരു യൂട്യൂബേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് യൂട്യൂബിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയനെ കുറിച്ചിട്ടോ ഒരു ചുക്കും അറിയില്ല. അത് ഇപ്പോഴും അറിയില്ല. അന്നിങ്ങനെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ആഡ് ചെയ്തിട്ടില്ല, അതിന് ഞങ്ങൾക്ക് ഇത്ര ഫോളോവർ വേണം, അത് വേണം, ഇത് വേണം, കുറേ നിബന്ധനയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളതിലൊന്നും ആടൊന്നും ആയിട്ടില്ല. നമ്മൾ നമ്മളേതായ രീതിയിൽ അവിടെ ഇവിടുന്നൊക്കെ ആൾക്കാരോടൊക്കെ ചോദിച്ചും പഠിച്ചുമൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാറായിരുന്നു. ഇപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ആൾക്കാരൊക്കെ എവിടെയുണ്ടോ ദൈവത്തിനറിയും. അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹം എന്നോട് ചെയ്തതുപോലെ തന്നെ തിരിച്ച് ഞാൻ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ അറിയോ? ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ അദ്ദേഹം ഞാനുമായിട്ട് എന്ത് വ്യത്യാസം? ഒരു വ്യത്യാസം ഇല്ലല്ലോ. ഞാനാണ്, ഞാൻ NM കുഞ്ഞാണ്. എനിക്കൊരു നിലപാടുണ്ട്. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടുണ്ട്. അതാണ് നിങ്ങൾ കാണിച്ചത്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെയോ ഞാൻ ഇൻസൾട്ട് ചെയ്യാനോ അപമാനിക്കാനോ ഒന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ടായിരിക്കും അവരുടെ കുടുംബമൊക്കെ പുലരുന്നത്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഒന്നും കൂടെ ഞാൻ പറയുന്നത്, നമ്മൾ ഒരാളെയും ഒരിക്കലും ചെറുതായി കാണരുത്. എല്ലാവരോടും സ്നേഹം മാത്രമേ. ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ.